കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയത് 28th ജൂലൈ ആണ്. ഗ്രീൻ ഡോളർ സിമ്പിൾ ഉണ്ട്, ഞാൻ ഇപ്പം ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. 90 ഡേയ്സ് കൊണ്ടാണ് ഞാൻ 3 മില്യൺ എത്തിയത്. അപ്പം ഇതേ 90 ഡേയ്സ് കൊണ്ട് ഞാൻ 10 മില്യൺ എത്തണം. അപ്പം നമുക്ക് 49,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറഞ്ഞത്, ഇതിൽ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ്. എൻ്റെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ നിങ്ങൾക്കറിയാം. കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയത് 28th ജൂലൈ ആണ്. ഓക്കെ, അപ്പം ഇന്നിപ്പം ഓഗസ്റ്റ് 5th ആയി. ഞാനപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ഇത്ര ഒന്ന് ലേറ്റ് ആയത്. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അറിയാം, ഞാൻ ഫസ്റ്റായിട്ടൊരു ഇൻഫർമേറ്റീവ് വ്ളോഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വ്ളോഗ് ചെയ്തത് അതാണ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. അത് ഒരു 3 വീഡിയോസ് ബാക്കാണ്. ഞാനൊരു മെയ് ലാസ്റ്റിലാണ് ചെയ്തത്. 2 months ബാക്ക്. 2 months ബാക്കാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻഫർമേറ്റീവ് വ്ളോഗ്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫസ്റ്റ് വീഡിയോ വാസ് ബേസ്ഡ് ഓൺ എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഒന്നെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് ആയിരുന്നത് 3 മില്യൺ യൂട്യൂബിൻ്റെ ഷോർട്സ് വ്യൂസ് ഇൻ 90 ഡേയ്സ്. അത് അച്ചീവ് ചെയ്താൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആവും. ബട്ട് അതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ഏൺ ചെയ്യാൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, പിന്നെ സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനേബിൾ ചെയ്തിട്ട് നമ്മൾ ലൈവിലൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ നമുക്ക് സൂപ്പർ ചാറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് അവർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്താണ് അതെടുക്കുക. അപ്പോൾ ആ പേയ്മെൻറ്റ് നമുക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ 3 മില്യൺ ആയിക്കഴിഞ്ഞാൽ. എന്നാൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സൊന്നും ലോങ് വീഡിയോസൊന്നും നമ്മൾ ലൈവ് അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഏർണിങ്സ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം. ആ ഡേ ഫൈനലി ഹാപ്പൻഡ് ഫോർ മീ. അപ്പം ഇപ്പം എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ പഴയ ഇട്ട ഷോർട്സിനാണേലും ലോങ് വീഡിയോസിനാണെന്നൊക്കെ അതിലിപ്പോൾ ഒരു ഗ്രീൻ ഡോളർ സിമ്പിൾ ഉണ്ട്, ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്രീൻ ഡോളർ സിമ്പിൾ വന്നു. അപ്പം എല്ലാ വീഡിയോസിനകത്തുനിന്നും ഏർണിങ്സ് വരുന്നുണ്ട്. അപ്പം ഷോർട്സിന്നും ലോങ് വീഡിയോസിനകത്തുനിന്നും നമുക്ക് ആഡ്സ് പ്ലേ ആയിട്ട് നമുക്ക് ഏർണിങ്സ് ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 ആവുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതായി കഴിയുമ്പോഴത്തേക്കും കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ സിമ്പിളാട്ടോ, നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് പോയി നമ്മുടെ ID നമ്മളെ സ്വയമേ വെരിഫൈ ചെയ്യണം. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇത് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഓക്കെ, ബിക്കോസ് ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ പഴയ പ്രീവിയസ് വീഡിയോയ്ക്ക് നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ഞാൻ ഇവിടെയൊക്കെ അതിൻ്റെ ഇത് ടാഗ് ചെയ്യാം. ആ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. അപ്പം ഒരു 2 months ബാക്ക് വരെ എനിക്ക് ഒട്ടും ഇമ്പോസിബിൾ പറ്റുമെന്നില്ല എനിക്ക്. കാരണം 90 ഡേയ്സ് കൊണ്ടാണ് ഞാൻ 3 മില്യൺ എത്തിയത്. അപ്പം ഇതേ 90 ഡേയ്സ് കൊണ്ട് ഞാൻ 10 മില്യൺ എത്തണം. അപ്പം അതിന് ഞാൻ എക്സ്ട്രാ ഇത് ചെയ്യണം. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് 49,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 50,000 സബ്സ്ക്രൈബേഴ്സ് എത്താറാവുന്നു. വിത്തിൻ ഒരു 2 to 3 ഡേയ്സിൽ നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ആവും. ഗൈസ്, ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ആരും ഗിവ് അപ്പ് ചെയ്ത് ഇപ്പം എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ബട്ട് ഒന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ അനലിറ്റിക്സിനകത്ത് പോയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുക, എന്ത് ചെയ്താൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും 10 മില്യൺ യൂട്യൂബ് ഷോർട്സ് വ്യൂസ് ഇൻ 90 ഡേയ്സ് കിട്ടും.
അതുമാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറഞ്ഞത്. ഇതിൽ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ 2 വേസിലാണ് നമുക്ക് ചാനൽ കംപ്ലീറ്റ്ലി മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്. നമ്പർ 1 ഇസ് ഈ 10 മില്യൺ വ്യൂസ് ഇൻ 90 ഡേയ്സ് ഷോർട്സിൻ്റെ വ്യൂസ്. പിന്നൊന്ന് വാച്ച് അവേഴ്സ്, 4000 വാച്ച് അവേഴ്സ് 365 ഡേയ്സ്. അപ്പോൾ ഒരു ചെറിയ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവ് പോവില്ല നമ്മൾ യൂട്യൂബിൽ. നമ്മൾ ലൈവിൽ കയറി നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് നമ്മൾ ലൈവിനകത്ത് എത്ര നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നു, എത്ര വാച്ച് അവർ നമുക്ക് ലൈവിൽ നിന്ന് വാച്ച് അവർ ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നെന്ന് എനിക്കറിയില്ല. ഞാനും ഈ ഒരു ലാസ്റ്റ് 2 മന്ത്സിലാണ് അത് ഞാൻ അറിഞ്ഞു വന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1500 വാച്ച് അവേഴ്സ് കിട്ടി. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, അത്രയും വാച്ച് അവേഴ്സ് എനിക്ക് കിട്ടി ജസ്റ്റ് ലൈവ് പോയിട്ട്. ഈസിയാണ്. നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ ലൈവിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ ഒരു റാപ്പ് കീപ്പപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കിട്ടുകയാണ്. എന്നിട്ട് വാച്ച് അവേഴ്സ് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ലൈവ് പോയ സാധനം ലൈവ് എൻഡ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വാച്ച് അവർ കിട്ടുള്ളൂ. അല്ല നിങ്ങൾ ലൈവ് കഴിയുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആ വാച്ച് അവർ നിങ്ങളുടെ ഏൺ ടാബിനകത്തുള്ള എലിജിബിലിറ്റിയുടെ അതിനകത്ത് ഇത് ഫുള്ളാവില്ല. അത് ആഡ് ഓൺ ആവില്ല. ആ നമ്മുടെ ലൈവിൻ്റെ വാച്ച് അവർ ആഡ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ലൈവ് നിങ്ങൾ പോയതിന് അപ്ലോഡ് ചെയ്യണം. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ ടെക്നിക്കും ഒക്കെ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കാൻ പറ്റും, ഉറപ്പായും പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ കറൻ്റ് കുറച്ച് തിരക്കിലാണ്. നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, വീട്ടിൽ പണി നടക്കുകയാണ്. അപ്പം ന്യൂ തിങ്സ് ആർ കമ്മിങ് ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. കുറേ പുതിയ അപ്ഡേറ്റ്സ്, കുറേ പുതിയ കിട്ടുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൺ ദ വേ ആണ്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ കുറേ വീഡിയോസ് എനിക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. ബട്ട് പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഐ ബി കമ്മിങ് സൂൺ. അപ്പം ഞാൻ ഇനി ലൈവ് വരാം. ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാമല്ലോ. അപ്പം ദാറ്റ് ഈസ് ദാറ്റ്. സോ ഹാപ്പി ഗൈസ്, ഐ എം സോ ഹാപ്പി. അപ്പോൾ ഞാൻ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ ഈ 3 മില്യൺ 90 ഡേയ്സിൽ കിട്ടിയതിന് ശേഷമുള്ള ഈ 2 മന്ത്സ് ഉണ്ടല്ലോ, ഈ 2 മന്ത്സിൽ ഞാൻ കുറേ വീഡിയോസ് ചെയ്തു. ചില വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓഡിയോ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. സോ ആ ഓഡിയോ വെച്ച് നമുക്ക് 2-3 പ്രാവശ്യം ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ബിക്കോസ് ഓരോ വട്ടവും നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടല്ലേ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് വേറെ ആരുടെയും വീഡിയോ അല്ലല്ലോ നമ്മൾ ഇടുന്നത്. സോ അത് 2-3 വട്ടം ചെയ്തെന്ന് പറയുന്നത് അതിലൊരു തെറ്റുമില്ല. നമുക്ക് വ്യൂസ് കിട്ടണം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പം അതിന് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പോലെ വീഡിയോസ് ചെയ്യാം. കീപ് അപ്ലോഡിങ് ഗൈസ്. നിങ്ങളും 10 മില്യൺ സൂൺ റീച്ച് ആവും. ഓക്കെ, അപ്പം ഞാൻ ഇതുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വൺസ് അഗെയിൻ താങ്ക് യു ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അപ്പം മറക്കരുത്, അറിയാലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് ഐഷൂട്ടീസ് വേൾഡ്. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അൺടിൽ ദെൻ, ദിസ് ഇസ് മീ ഐഷു സൈനിങ് ഓഫ് ഫ്രം ഐഷൂട്ടീസ് വേൾഡ്. ബൈ.